ഹലോ കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം വിനയനാഥ്, പാറശാല ഗ്രാമപഞ്ചായത്തിന്റെ മുൻ അംഗമാണ്. പ്രിയമുള്ളവരെ, ഇന്നലത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. നമ്മളേറെ ആകാംക്ഷയോട് കാത്തിരുന്ന കഴിഞ്ഞ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മൃഗീയമായ ഭൂരിപക്ഷത്തോടുകൂടെ കേരളത്തിൽ അധികാരത്തിൽ വന്ന നമ്മുടെ UDF ഗവൺമെന്റിന്റെ ദിവസമായിരുന്നു ഇന്നലത്തേത്. നമ്മുടെ ഗവൺമെന്റ് ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വരുന്നതിന്റെ ഭാഗമായി തന്നെ രാവിലെ മുതലേ തന്നെ പല തിരക്കുകളായിട്ട് ആഘോഷ പരിപാടികളും മറ്റ് തിരക്കുകളുമായിട്ട് ഞാനും എൻഗേജ്ഡ് ആയിരുന്നു. അപ്പോൾ അതിനിടയിൽ തന്നെ കിട്ടിയ ഒരു ഇടവേളയിൽ ഞാൻ എൻ്റെ ഫോണ് ഒന്ന് നോക്കുമ്പോൾ അതിനകത്ത് കണ്ട ഒരു പോസ്റ്റ് എന്നെ വളരെ ആകർഷകമായി അതിനകത്ത് ഉൾപ്പെടുത്തി. ഞാൻ ആ മെസ്സേജ് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്, നമ്മുടെ സൈബർ ഇടത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രിയപ്പെട്ട സഖാക്കൾ അങ്ങ് പടച്ചു വിടുകയാണ് കോൺഗ്രസിൽ കുടുംബവാഴ്ചയെന്ന്. അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തമാശയായിട്ടാണ് തോന്നിയത്. കാരണം അതിനകത്ത് ഉദ്ദേശിക്കുന്നത്, പ്രതിപാദിക്കുന്നതും ആരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട പാലക്കാടിന്റെ MP ശ്രീകണ്ഠൻ സാറിനെയാണ്. ശ്രീകണ്ഠൻ സാറ് പാലക്കാടിന്റെ MP യും അവിടുത്തെ ഇപ്പൊ കോങ്ങാട് നിയോജക മണ്ഡലത്തിൽ, അതായത് ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയായ കോങ്ങാട് നിയോജക മണ്ഡലത്തിൽ വിജയിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട ശ്രീകണ്ഠൻ സാറിന്റെ പത്നി ശ്രീമതി തുളസി ടീച്ചറാണ്. അപ്പോൾ തുളസി ടീച്ചർ ഇത്തവണ മത്സരിച്ച് വിജയിക്കുകയും ഇടത് കോട്ടയിൽ നിന്ന് തന്നെ വിജയിക്കുകയും അവർക്ക് ഇത്തവണ മന്ത്രിസ്ഥാനം ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ഇതായിരുന്നു അവരുടെ ചർച്ചാ വിഷയം, കുടുംബവാഴ്ച എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പിന്നാമ്പുറം നമുക്ക് ഒന്ന് പോയി മനസ്സിലാക്കാം. എന്തെന്നാൽ പ്രിയപ്പെട്ട തുളസി ടീച്ചർ ഈ പാർട്ടിയിലേക്ക് ഇന്നോ ഇന്നലെയോ കടന്നു വന്ന വ്യക്തിയല്ല. അവർ KSU കാലം മുതൽ ഈ പാർട്ടിയിൽ പ്രവർത്തിച്ച് അടിയുറച്ച് സംഘടനാ തലത്തിൽ പ്രവർത്തിച്ചു വന്ന ഒരു വ്യക്തിയാണ്. ഈ 2000 ആണ്ടിൽ പ്രിയപ്പെട്ട തുളസി ടീച്ചർ പാലക്കാട് നിന്ന് തന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് വിജയിക്കുകയും ആ മേഖലയിൽ പ്രവർത്തിച്ചു വരുമ്പോൾ തന്നെ നമ്മുടെ UDF ഗവൺമെന്റ് അവർക്ക് ഒരു അവസരം കൊടുത്തു. 2001 നമ്മുടെ ചേലക്കര നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുവാനും. പക്ഷേ നിർഭാഗ്യവശാൽ അവർ അവിടെ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. എന്നാലും അവർ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം തുടർന്ന് തന്നെ പോയിക്കൊണ്ടിരുന്നു. തുടർന്ന് 2004 പ്രിയപ്പെട്ട നിലവിലെ പാലക്കാടിന്റെ MP ശ്രീകണ്ഠൻ സാറും നിലവിലെ ക്യാബിനറ്റ് മിനിസ്റ്ററായിട്ടുള്ള തുളസി ടീച്ചറും തമ്മിലുള്ള പ്രണയ വിവാഹം നടക്കുന്നത് തന്നെ. അപ്പോൾ ഈ 2004 അവരുടെ വിവാഹം നടക്കുന്ന സമയത്ത് പോലും അവരെ പാർട്ടി പരിഗണിച്ചു. അവർക്ക് പാർലമെന്റ് നിയോജക മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ അവസരം നൽകി. നിർഭാഗ്യവശാൽ അന്നും അവർ പരാജയപ്പെട്ടു. തുടർന്നും അവർ അവരുടേതായ മേഖലയിൽ അവരുടേതായ രീതിയിൽ അവർ പാർട്ടിയിൽ പ്രവർത്തിച്ചു. സംഘടനയെ അനുസരിച്ച്, സംഘടനയുടെ കെട്ടുപാടുകൾക്കനുസരിച്ച് അവർ പ്രവർത്തിച്ചു വന്നു. അങ്ങനെ അവർ KPCCയുടെ ജനറൽ സെക്രട്ടറിയായി, തുടർന്ന് AICCയുടെ അംഗമായി. പിന്നെ നമ്മുടെ UDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ വനിതാ കമ്മീഷനിൽ അർഹമായ പരിഗണന ലഭിച്ചു. തുടർന്ന് പാർട്ടിയുടെ പല മേഖലയിലും പ്രവർത്തിച്ച് അവരുടെ കഴിവും മികവും തെളിയിച്ച വ്യക്തിയാണ് ശ്രീമതി തുളസി ടീച്ചർ. നമ്മുടെ തുളസി ടീച്ചർ പാലക്കാട് തന്നെ ഒരു NSSന്റെ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും സജീവമായി തന്നെ നമ്മുടെ പാർട്ടിയിൽ പ്രവർത്തിച്ചു വന്ന വ്യക്തിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്തെന്നാൽ, നമ്മുടെ ടീച്ചറും ശ്രീകണ്ഠൻ സാറും തമ്മിൽ ഉള്ള ഒരു അന്തരമാണ് പറയുന്നത്. കുടുംബവാഴ്ച എന്ന് പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മുടെ ശ്രീകണ്ഠൻ സാർ ഈ പാർട്ടിയിലേക്ക് വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഇവിടെ MP ആകുന്നതിന് മുമ്പ് തന്നെ അവർ നമ്മുടെ തുളസി ടീച്ചർ ഈ പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിച്ച് പ്രവർത്തിച്ചു വന്ന നല്ലൊരു പാർട്ടി അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തക കൂടെയായിരുന്നു. തുടർന്ന് ശ്രീമതി ടീച്ചറിന് ഇപ്പോൾ 2026 നിയമസഭാ ഇലക്ഷനിൽ CPMന്റെ തന്നെ ഉരുക്ക് കോട്ട എന്നറിയപ്പെടുന്ന കോങ്ങാട് നിയോജക മണ്ഡലത്തിൽ അവസരം നൽകുകയും അവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിജയിച്ചു കയറുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള മെസ്സേജുകൾ, അതായത് കുടുംബവാഴ്ചയെന്നും അല്ലെങ്കിൽ ഇത്തരത്തിൽ നല്ലൊരു അവസരം ലഭിച്ച അതിനെ ഇകഴ്ത്തി കാണിക്കുവാനും ശ്രമിക്കുന്ന സഖാക്കൾ ഒന്ന് മനസ്സിലാക്കുക. പ്രിയപ്പെട്ട ടീച്ചർ വന്ന വഴിയും ടീച്ചർ പ്രവർത്തിച്ച രീതിയും എല്ലാം നിങ്ങൾ അറിയണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് തന്നെ. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള മെസ്സേജുകൾ ഇടുമ്പോൾ ഒരു കാര്യം മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങൾക്ക് കുറച്ചെങ്കിലും തൊലിക്കട്ടി ഉണ്ടെങ്കിൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വീഡിയോ ഇടുക.
നിങ്ങളുടെ ഗവൺമെന്റിനെ പോലെ അല്ല ഈ ഗവൺമെന്റ്. തികച്ചും പ്രൊഫഷണൽസുകളുടെ ഒരു കൂട്ടം പ്രൊഫഷണൽസുകളുടെ ഒരു ഗവൺമെന്റ് ആണ് UDFന്റെ ഗവൺമെന്റ്. ആ ഗവൺമെന്റ് നിങ്ങൾക്ക് ഉടനെ തന്നെ അതിന്റെ പ്രവർത്തന മികവ് നേരിട്ട് മനസ്സിലാക്കുവാനും രുചിച്ചറിയുവാനും കഴിയും എന്ന് മാത്രം നിങ്ങളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.